പൊന്നാനിയിലെ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ഈ വീട്ടമ്മയെ പണം കൊടുത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇതിന്റെ പിറകിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചകരെ കണ്ടെത്താനും ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനും, കാരണം ഇത് പോലീസ് സേനയെ മൊത്തം നിർവീര്യമാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ ഇതിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയും നടപടി സ്വീകരിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇതില് മുട്ടിൽ മരം മുറിക്കേസിലെ പ്രതികള് PV അൻവർ MLA, CPM നേതാക്കൾ തുടങ്ങിയവർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രത്യക്ഷമായി പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ വീട്ടമ്മ ഇത് പറയുന്നത്. മാത്രമല്ല, വീട്ടമ്മയെ കൊണ്ട് അത് ആദ്യം പറഞ്ഞത് ശരിയല്ല, അത് വീണ്ടും ആവർത്തിച്ച് മറ്റും ഒരു തരത്തിൽ പറയണമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ടാണ് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഗൂഢാലോചകരെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അടിയന്തരമായി ഈ ആരോപണത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥരുടെ പേരിലുള്ള നടപടി അടിയന്തരമായി പിൻവലിക്കണം. അവരെ ഇതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് മാനഹാനി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആര് മറുപടി പറയും? അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ, പ്രതികൾക്കെതിരെ അടിയന്തരമായി കടുത്ത നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. മാത്രമല്ല, CPM നേതാക്കൾക്ക് കൂടി പങ്കുള്ളതുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇത്രയും നീചമായ, നികൃഷ്ടമായ ഒരു നടപടിക്ക് കൂട്ടുനിന്ന CPM നേതാക്കൾ കൂട്ടുനിന്നു എന്ന് പുറത്തു വന്ന സാഹചര്യത്തിൽ CPM സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് കൂടി വ്യക്തമാക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.